പറഞ്ഞു. അന്ന് മൊബൈലിനകത്ത് നോക്കി. അവിടെ ഇടിയും മഴയുണ്ടോ? ഇല്ല, അവർ കേബിള് മാറുക ചോദിച്ചപ്പോ. ഓ ശരി ശരി. നല്ല വെയിൽ കണ്ടോണ്ട് മാറുക, അരമണിക്കൂർ പിടിക്കുന്നൊക്കെ പറഞ്ഞു. സമയമെടുത്തു. റെക്കോർഡിംഗ് ആയോ? ആയി തുടങ്ങി. നമുക്ക് തുടങ്ങാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യംകരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. മദനീയരാപ്പെട്ടതാക്കൾക്കും വിനീതമായ പ്രണാമം. നവമം 16 10 വരെയല്ലേ എടുത്തേ? അതെ. ഇനി 11. ദൃഷ്ട്വാഗ്ന്യാകാരാഫീനമാവേശിതധിയം മുനിം ഭഗവത്യുത്തമ ശ്ലോകേ ജഘ്നുസ്തേ പാപനിശ്ചയാഃ. രാമനും സഹോദരന്മാരും വനത്തിൽ പോയ സമയത്ത് ഏകദാ ഒരിക്കൽ വൈരം തീർക്കാനായിട്ട് കാർത്തവിരാജന്റെ പുത്രന്മാര് ജമദഗ്നിയുടെ ആശ്രമത്തിൽ പ്രവേശിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം അവസാനത്തെ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചത്. ആശ്രമത്തിൽ കയറി കഴിഞ്ഞിട്ട് ദൃഷ്ടുവാ കണ്ടിട്ട് അഗ്നിയാകാരത്തിൽ അഗ്നിശാലയിൽ ആഫീനം ഇരിക്കുന്ന ആവേശിതധിയം മുനിം, ഉറപ്പിച്ച ബുദ്ധിവൃത്തിയോട് കൂടിയ, ആവേശിതം ഉറപ്പിക്കപ്പെട്ട, ധീബുദ്ധി, ആവേശിതധിയം ഉറപ്പിച്ച ബുദ്ധിയോടുകൂടിയ മുനിയെ ദൃഷ്ടുവാ കണ്ടിട്ട് ആശ്രമത്തിൽ കയറി ചെന്നപ്പോൾ അഗ്നിശാലയിൽ ഒരിടത്ത് ധ്യാന നിമഗ്നനായി ബുദ്ധി ഉറപ്പിച്ചിരിക്കുന്ന മുനിയെ കണ്ടിട്ട് ഭഗവത്യുത്തമ ശ്ലോകയെ, എന്തിനെയാണ് ധ്യാനിച്ചത്? ഉത്തമ ശ്ലോകനായ ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കവേ ജഘ്നുസ്തേ പാപനിശ്ചയാഃ, ജഘ്നുഹു കൊന്നുകളഞ്ഞു, തേ അവർ, പാപനിശ്ചയാഃ ഈ പാപം ചെയ്യാൻ വേണ്ടി നേരത്തെ നിശ്ചയിച്ചു വന്നവരാണ്. ജമദഗ്നിയെ കൊല്ലണം എന്ന് ആഗ്രഹിച്ചു വന്നവരായിരുന്നു അവർ. അതുകൊണ്ട് പാപനിശ്ചയന്മാരായവരെ ജഘ്നുഹു കൊന്നുകളഞ്ഞു ജമദഗ്നിയെ. എളുപ്പമായിരുന്നു, ഒന്നും ചെയ്യാനില്ല. അദ്ദേഹം ധ്യാനം നമുക്കുന്നായിരിക്കുന്ന സമയത്ത് വളരെ എളുപ്പമായിരുന്നു. ദൃഷ്ട്വാഗ്ന്യാകാര ആഫീനമാവേശിതധിയം മുനിം ഭഗവത്യുത്തമ ശ്ലോകേ ജഘ്നുസ്തേ പാപനിശ്ചയാം. ദൃഷ്ട്വാഗ്ന്യാകാര ആഫീനമാവേശിതധിയം മുനിം ഭഗവത്യുത്തമ ശ്ലോകേ ജഘ്നുസ്തേ പാപനിശ്ചയാഹം. യാച്യമാനാകൃപണാഃ രാമമാത്ര അതിദാരുണാഹം പ്രഫക്ഷ്യ ശിര ഉത്കൃത്യ നിന്നുസ്തേ ക്ഷത്രബന്ധവഃ. യാച്യമാനാഃ കൃപണയാം, കാരുണ്യത്തോടെ യാചിച്ചുകൊണ്ടിരുന്ന, കൃപണയ കാരുണ്യത്താൽ, യാച്യമാനാഃ യാചിച്ചുകൊണ്ടിരുന്ന, രാമമാത്ര അതിദാരുണാഃ രാമന്റെ മാതാവിനാൽ അതിദാരുണമായി യാചിക്കപ്പെടവേ, രാമമാത്ര അതിദാരുണ, പരശുരാമന്റെ മാതാവിനാൽ കാരുണ്യപൂർവ്വം ദാരുണമായി യാചിക്കപ്പെട്ടിട്ടും, പ്രഫഹ്യ ബലാത്കാരേണ, ശിര ഉത്കൃത്യ കഴുത്ത് അറുത്തെടുത്തിട്ട്, നിന്നുസ്തേ ക്ഷത്രബന്ധവ ആ ക്ഷത്രിയ ബന്ധുക്കൾ സ്വന്തം രാജ്യത്തേക്ക് ശിരഫും കൊണ്ടുപോയി. കബന്ധം മാത്രം അവിടെ ഇട്ടിട്ട് ശിരഫും കൊണ്ടവർ ഹേഹേ രാജ്യത്തിലേക്ക് പോയി. പത്നി നോക്കി നിൽക്കെ. യാച്യമാന കൃപണയാ രാമമാത്രാതിദാരുണാം പ്രഫക്ഷ്യ ശിര ഉത്കൃത്യ നിന്നുസ്തേ ക്ഷത്രബന്ധവ. യാച്യമാന കൃപണയാ രാമമാത്രാതിദാരുണാം പ്രഫക്ഷ്യ ശിര ഉത്കൃത്യ നിന്നുസ്തേ ക്ഷത്രബന്ധവം. രേണുകാ ദുഃഖശോകാർത്ത നിഘ്നന്തി ആത്മാനമാത്മനാം രാമൈഹി താതേതി വിജുക്ത
വിചുക്രോശ ഉച്ചകൈഫതി. രേണുകയാണ് ഈ അമ്മ. അവൾ ദുഃഖശോകാർത്ഥിയായിട്ട്, ദുഃഖം കൊണ്ട് ശോകാർത്ഥിയായിട്ട് നിഖ്യന്ത്യാം ആത്മാനം ആത്മന, തന്റെ ആത്മാവ് കൊണ്ട് ആത്മാവിനെ ഹനിക്കുന്നവരായിട്ട്, എന്നുവെച്ചാൽ മാറത്ത് അടിച്ച് നിലവിളിച്ചു എന്നത്. നിഖ്നന്ത്യ, നിഖ്നന്ത്യ എന്ന് വെച്ചാൽ അടിക്കുക, തല്ലുക. ആത്മാനം തന്നെ തന്നെ, ആത്മന തന്നെ കൊണ്ട്, തന്റെ കൈകൊണ്ട് തന്റെ തന്നെ മാറിടത്തിൽ ഉറക്കെ അടിച്ചുകൊണ്ട്, രാമ രാമ ഏഹി, രാമ രാമൈഹി, ഏഹി വരൂ, താത കുഞ്ഞെന്നാണ്. ഇതി വിചുക്രോശ, വിളിച്ചു കരഞ്ഞു, ഉച്ചകൈഫതി, വളരെ ഉറക്കെ അവൾ വിളിച്ചു കരഞ്ഞു, രാമ രാമ ഓടിയെത്തു ഓടിയെത്തു എന്ന് അവൾ സങ്കടം കൊണ്ട് ദുഃഖാകുലയായിട്ട് മാറത്തരച്ച് കരഞ്ഞുകൊണ്ട് വിലപിച്ച് വിളിച്ചു പറഞ്ഞു. രേണുക ദുഃഖശോകാർത്ഥ നിഖ്നന്ത്യാത്മാനമാത്മനാം രാമ രാമൈഹിതാദേതി വിചുക്രോശോച്ചകൈഫതീം. രേണുക ദുഃഖശോകാർത്ഥ നിഖ്നന്ത്യാത്മാനമാത്മനാ രാമ രാമൈഹിതാദേതി വിചുക്രോശോച്ചകൈഫതീം. ദുപശ്രുത്യ ദൂരസ്ഥോഹ രാമേത്യാർത്തവത്ഫുനം ത്വരയാശ്രമാഫദ്യതരം ഹതം. തദുപശ്രുത്യ, അത് കേട്ടിട്ട്, ദൂരസ്ഥനായ രാമൻ, ഹാ രാമ ഇതി ആർത്തവത്ഫനം, ഉപശ്രുത്യ, ഹാ രാമ എന്ന് ആർത്തവത്തായ ഫനത്തെ കേട്ടിട്ട്, ദുഃഖാകുലമായ ശബ്ദം കേട്ടിട്ട്, ത്വരയാ വളരെ വേഗത്തിൽ, ആശ്രമമാഫദ്യ ആശ്രമത്തിലെത്തിയപ്പോൾ, ഹതം പിതരം ദദൃശേ മരിച്ചു കിടക്കുന്ന പിതാവിനെ കണ്ടു. ശിരഫില്ല, അത് അവർ കൊണ്ടുപോയി. കബന്ധം മാത്രം കിടക്കുന്ന പിതാവിനെ കണ്ടു. തദുപശ്രുത്യ ദൂരസ്ഥോഹാരാമേത്യാർത്തവത്ഫുനം ത്വരയാശ്രമമാഫദ്യ ദദൃശേ പിതരം ഹതം. തദുപശ്രുത്യ ദൂരസ്ഥോ ഹാ രാമേത്യാർത്തവത്ഫുനം ത്വരയാ ആശ്രമമാഫദ്യ ദദൃശേ പിതരം ഹതം. തദ്ദുഃഖരോഷ അമർഷാർത്തിശോകവേഗ വിമോഹിത ഹാതാദഫാഥോ ധർമ്മിഷ്ടത്യക്തവാസ്മാൻ സ്വർഗതോ ഭവൻ. വിലപ്യൈവം പിതൃദേഹം നിധായ ഭ്രാതൃഷു സ്വയം പ്രഗൃഹ്യ പരശും രാമ ക്ഷത്രാന്തായ മനോദധേ. തത് ദുഃഖ രോമ അമർഷ ആർത്തി ശോക വേഗ വിമോഹിത. തദ്ദുഃഖം കൊണ്ട്, പിതാവിന്റെ മരണമെന്ന ദുഃഖവും, പിതാവിനെ കൊന്നവരോടുള്ള രോഷവും, അവരോടുള്ള അമർഷവും, അതുകൊണ്ടുള്ള ആർത്തിയും ദുഃഖവും, അതുകൊണ്ടുള്ള ശോകവും കൊണ്ട്, ത്തിന്റെ വേഗത കൊണ്ട്, വിമോഹിത മോഹാലഭ്യപ്പെട്ടവനായി തീർന്നിട്ട്, ഹാ താത, അല്ലയോ പിതാവേ, സാധു സജ്ജനമേ, ധർമ്മിഷ്ഠ ധർമ്മത്തിൽ ഉറച്ചിരിക്കുന്നവനെ, തെക്വാസ്മാൻ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട്, ഭവാൻ സ്വർഗത അങ്ങ് സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നുവല്ലോ, ഞങ്ങളെ ഉപേക്ഷിച്ച് അങ്ങ് സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നല്ലോ എന്ന് രാമൻ ഉറക്കെ വിലപിച്ചു കരഞ്ഞു. തദ്ദുഃഖരോഷ അമർഷ ആർത്തിശോകവേഗ വിമോഹിത ഹാതാദഫാധോ ധർമ്മിഷ്ടത്യക്വാസ്മാൻ സ്വർഗതോ ഭവാൻ. വിലപ്യ ഏവം, ഇങ്ങനെ വിലപിച്ചുകൊണ്ട്, പിതൃദേഹം സ്വയം ഭ്രാതൃഷു നിധായ, പിതാവിന്റെ കബന്ധത്തെ, ദേഹത്തെ തന്നെത്താൻ സഹോദരന്മാരിൽ ഏൽപ്പിച്ചിട്ട് വെച്ചിട്ട്, പരശും പ്രഗൃഹ്യ മഴു കയ്യിലെടുത്തിട്ട്, രാമൻ ക്ഷത്രാന്തായ മനോദധേ ക്ഷത്രിയന്മാരെ നിഗ്രഹിക്കാനായിട്ട് മനസ്സിൽ ഉറപ്പിച്ചു, ദധേ ചെയ്തു. വിലപ്പേവം പിതൃദേഹം നിധായ ഭ്രാതൃഷു സ്വയം പ്രഗൃഹ്യ പരശും രാമക്ഷത്രാന്തായ മനോദധേ. തദ്ദുഃഖ
തദ്ദുഃഖരോഷാമർഷാർത്തി ശോകവേഗവിമോഹിതാം ഭാതാതപാധോ ധർമ്മിഷ്ടാം തെക്വാസ്മാൻ സ്വർഗതോ ഭവാൻ വിലപ്പേവം പിതുർദേഹം നിധായ ഭ്രാതൃഷുസ്വയം പ്രഗൃഹ്യ പരശം രാമക്ഷത്രാന്തായ മനോദധേ ഗത്വാ മാഹിഷ്മതിം രാമോ ബ്രഹ്മഘ്നവിഹതശ്രിയം തേഷാം ശീർഷഭീരാജൻ മധ്യേ ചക്രേ മഹാഗിരിം. മാഹിഷ്മതിയും കൃത്വ മാഹിഷ്മതിയിലേക്ക് ഹേഹേ രാജ്യത്തിലേക്ക് എത്തിയിട്ട് രാമൻ ബ്രഹ്മഘ്നവിഹതശ്രിയം ബ്രഹ്മഘ്നന്മാർ നിമിത്തം അവിടെയുള്ള ഇപ്പോഴത്തെ രാജാക്കന്മാർ രാജപുത്രന്മാർ ബ്രഹ്മഘ്നന്മാരാ, ബ്രാഹ്മണരെ നിഗ്രഹിച്ചവരാ. ആ ബ്രഹ്മഘ്നന്മാരുടെ അതുകൊണ്ട് വിഹതശ്രിയം ഐശ്വര്യമില്ലാതെ പോയ ബ്രാഹ്മണവധം കൊണ്ട് ഐശ്വര്യം നഷ്ടപ്പെട്ടു പോയ മാഹിഷ്മതിയിലേക്ക് എത്തിയിട്ട് തേഷാം അവരുടെ അവൻ ശീർഷഭീരാജൻ അവരുടെ ശിരസുകളെ കൊണ്ട് മധ്യേ ആ രാജ്യത്തിന്റെ നടുക്ക് മഹാഗിരിം ചക്രേ ഒരു വലിയ പർവ്വതം പോലെ ഉണ്ടാക്കി. രാജാക്കന്മാരെ ഒക്കെ കൊന്നൊടുക്കി അവരുടെ മൃതദേഹങ്ങൾ കൊണ്ട് ഒരു പർവ്വതം ഉണ്ടാക്കി. അതിന്റെ നടുക്ക് പർവ്വതം പോലെ കൂട്ടിയിട്ടു മൃതദേഹങ്ങൾ. ഗത്വാമാഹിഷ്മതിം രാമോ ബ്രഹ്മഘ്നവിഹതശ്രിയം തേഷാം സ്വശീർഷഭീരാജൻ മധ്യേ ചക്രേ മഹാഗിരിം. ഗത്വാമാഹിഷ്മതിം രാമോ ബ്രഹ്മഘ്നവിഹതശ്രിയം തേഷാം സ്വശീർഷഭീരാജൻ മധ്യേ ചക്രേ മഹാഗിരിം. തദ്രക്തേന നദീം ഘോരാം അബ്രഹ്മണ്യഭയാവഹാം ഹേതും കൃത്വാ പിതൃവധം ക്ഷത്രേയ മംഗളകാരിണീം. തിർഫത്തകൃത്വ പൃഥ്വീം കൃത്വാ നക്ഷത്രിയം പ്രഭു സമന്തവഞ്ചകേ ചക്രേ ശോണിതോദാൻ നൃപാം. തദ്രക്തേന ഈ പർവ്വതം പോലെ കുടിക്കിടക്കുന്ന മൃതദേഹങ്ങളിൽ നിന്നും ഒന്നും ഒലിച്ചിറങ്ങിയ രക്തം കൊണ്ട് നദിയും ഘോരമായൊരു നദിയെ ഉണ്ടാക്കി. നദി പോലെ രക്തങ്ങൾ ഒലിച്ചിറങ്ങി. അബ്രഹ്മണ്യ ഭയാവഹാം, അത് അബ്രഹ്മണ്യ ഭയാവഹമാണ്. ബ്രഹ്മണ്യമല്ലാത്തത് അബ്രഹ്മണ്യം. ബ്രാഹ്മണ ഭക്തിരഹിതന്മാർക്ക് ഭയമുണ്ടാക്കുന്നതായ, ബ്രാഹ്മണ ഭക്തി ഇല്ലാത്തവർക്ക് ഭയമുണ്ടാക്കുന്ന അബ്രഹ്മണ്യ ഭയാവഹാം ഹേതും കൃത്വ പിതൃവധമെന്നുള്ള ആ കാരണത്തെ, പിതൃവധത്തെ ഹേതുവാക്കിയിട്ട് പിതൃവധം ഹേതും കൃത്വ തന്റെ പിതാവിനെ വധിച്ചു എന്നുള്ള കാരണം ചെയ്തിട്ട് ക്ഷത്രേ അമംഗളകാരിണി അമംഗളം ചെയ്യുന്ന ക്ഷത്രിയന്മാരിൽ തിർഫത്തകൃത്വ പൃഥിവിയും കൃത്വ 21 പ്രാവശ്യം തുർഫത്തകൃത്വ 21 പ്രാവശ്യം ഭൂമിയെ കൃത്വ നക്ഷത്രിയാം പ്രഭു 21 പ്രാവശ്യം ഭൂമി മുഴുവൻ ചുറ്റിക്കറങ്ങി ഭൂമിയിലുള്ള ക്ഷത്രിയന്മാരെ എല്ലാം നശിപ്പിച്ചു. ഭൂമി നിക്ഷത്രിയമാക്കി മാറ്റി. എന്നിട്ട് സമന്തപഞ്ചകത്തിൽ ശോണിതോദാൻ ഹൃദാൻ ചക്രേ, ശോണിതം കൊണ്ടുള്ള ഉദകങ്ങൾ, തടാകങ്ങൾ, ഹൃദങ്ങളെ ചക്രേ ചെയ്തു. സമന്തപഞ്ചകം എന്ന പേരായ സ്ഥലത്ത് രക്തജലം നിറഞ്ഞിരിക്കുന്ന 5 ഹൃദങ്ങളെ ഉണ്ടാക്കി. സമന്ത പഞ്ചകം എന്ന് പേര് വന്നതുകൊണ്ടാണ് അടുത്തടുത്തായിട്ട് സമന്തം അടുത്തടുത്തായിട്ട് 5 തടാകങ്ങൾ, പൊയ്കകൾ ഉണ്ടാക്കി. ആ ഉണ്ടാക്കിയ സ്ഥലത്തിന് പിന്നീട് സമന്ത പഞ്ചകം എന്ന് പേര് വന്നതാണ്. തദ്രക്തേന നദീം ഘോരാം അബ്രഹ്മണ്യ ഭയാവഹാം
ഹേതും കൃത്വാ വിദുർവഥം ക്ഷത്രേയ മംഗളകാരിണി ത്രിസപ്തകൃത്വ പൃഥിവീം കൃത്വാ നക്ഷത്രിയം പ്രഭു സമന്തപഞ്ചകേ ചക്രേ ശോണിതോദൻ ഹൃദനൃപാം തദ്ദക്തേന നദീം ഘോരാം അബ്രഹ്മണ്യഭയാവഹാം ഹേതും കൃത്വാ വിദുർവഥം ക്ഷത്രേയ മംഗളകാരിണി ത്രിസപ്തകൃത്വ പൃഥിവീം കൃത്വാ നക്ഷത്രിയം പ്രഭു സമന്തപഞ്ചകേ ചക്രേ ശോണിതോദൻ ഹൃദനൃപാം തദ്ദൃക്തേന നദീം ഘോരാം അബ്രഹ്മണ്യഭയാവഹാം ഹേതും കൃത്വാ വിദുർവഥം ക്ഷത്രിയ മംഗളകാരിണി ത്രിസപ്തകൃത്വ പൃഥിവീം കൃത്വാ നക്ഷത്രിയം പ്രഭു സമന്തപഞ്ചകേ ചക്രേ ശോണിതോദാൻ ഹൃദനൃപാം പിതുക്കായേന സന്ധായ ശിരാദായ ബർഹിഷി സർവദേവമയം ദേവം ആത്മാനമയജന്മഖൈഃ പിതുക്കായേന ശിര സന്ധായ പിതാവിന്റെ ശരീരത്തോട് ശിരസിനെ കൂട്ടി ഇണക്കിയിട്ട് പ്ലാസ്റ്റിക് സർജറി പോലെ ഈ കബന്ധത്തിലേക്ക് ശിരസിനെ കൂട്ടി ഇണക്കിയിട്ട് ബർഹിഷി ആദായ അഗ്നിയിലേക്ക് സർവദേവമയം ദേവം ആത്മാനം അയജൻ മഖി സർവദേവമയനായ ദേവനെ താൻ തന്നെത്താൻ അയജൻ യജിച്ചു ബർഹിഷി അയജൻ അഗ്നിയിൽ യാഗം ചെയ്തു മഖീഹി മഖങ്ങളെ കൊണ്ട് യജ്ഞങ്ങളെ കൊണ്ട് പിതാവിന്റെ ശിരഫ് അർജുനപുത്രന്മാരിൽ നിന്നും വീണ്ടെടുത്ത് തന്റെ പിതൃശരീരത്തോട് കൂട്ടി യോജിപ്പിച്ച് ഉത്കൃഷ്ടങ്ങളായ കുറെ യാഗങ്ങൾ ചെയ്ത് സർവദേവസ്വരൂപനായ അഗ്നിയെ ആരാധിച്ചു. പിതാവിനെ യജമാനാക്കിക്കൊണ്ടാണ് ഈ കർമ്മങ്ങളെല്ലാം അവളെ നിർവഹിച്ചത്. പിതുക്കായേന സന്ധായ ശിരാദായ ബർഹിഷീം സർവദേവമയം ദേവം ആത്മാനമയജന്മഖൈ പിതുക്കായേന സന്ധായ ശിരാദായ ബർഹിഷീം സർവദേവമയം ദേവം ആത്മാനമയജന്മഖൈ ദദൗ പ്രാചീൻ ദിശം ഹോത്രേ ബ്രഹ്മണേക്ഷു ദക്ഷിണാം ദിശം അധ്വജവേപതീരിം വൈ ഉദ്ഗാത്രേ ഉത്തരം ദിശാം. ഹോത്രേ ഹോതാവിനായിക്കൊണ്ട് പ്രാചീൻ ദിശം കിഴക്കേ ദിക്കിനെയും ഹോത്രേ ഹോതാവിനായിക്കൊണ്ട് പ്രാചീൻ ദിശം ദദൗ അങ്ങനെ ഭൂമി മുഴുവൻ നക്ഷത്രീയമാക്കി തീർത്തിട്ട് യജ്ഞം ചെയ്തു. ആ യജ്ഞത്തിൽ വെച്ച് ഹോതാവിനെ കിഴക്കേ ദിക്ക് ദാനം ചെയ്തു. ദക്ഷിണാം ദിശം ബ്രഹ്മണേ ദക്ഷിണ ദിക്ക് ബ്രഹ്മൻ എന്ന് പറയുന്ന പഞ്ച അംഗങ്ങളിൽ ഒരാളായ ബ്രഹ്മൻ ദാനം ചെയ്തു. അധ്വജ്യവേ പ്രതീചിം വൈ അധ്വജ്യുവിന് പടിഞ്ഞാറേ ദിക്ക് കൊടുത്തു. ഉദ്ഗാത്രേ ഉത്തരാം ദിശം ഉദ്ഗാതാക്കൾക്ക് വടക്കേ ദിക്കും കൊടുത്തു. 4 ദിക്കും യജമാനൻ ഒഴിച്ചുള്ള 4 ഹോതാക്കൾക്കായിക്കൊണ്ട് ദാനം ചെയ്തു. ഭൂമി മുഴുവനും ദാനം ചെയ്തെന്ന് വെച്ചാൽ ബ്രാഹ്മണർക്കായിട്ട് എന്ന് മാത്രം പറയാൻ പറ്റില്ല. യജ്ഞത്തിലെ ചതുർഹോത്രാക്കൾക്കായിട്ട് 4 ഹോതാക്കൾക്കായിക്കൊണ്ട് ദാനം ചെയ്തു. അങ്ങനെയാണ് കിഴക്കേ ദിക്ക് ഹോതാവിനും ദക്ഷിണ ദിക്ക് ബ്രഹ്മനും പടിഞ്ഞാറ് ദിക്ക് അധ്വജ്യുവിനും ഉത്തര ദിക്ക് ഉദ്ഗാതാവിനുമായി ദാനം ചെയ്തു. ദദൗ പ്രാചീൻ ദിശം ഹോത്രേ ബ്രഹ്മണേ ദക്ഷിണാം ദിശം അധ്വജ്യവേ പ്രതീചിം വൈ ഉദ്ഗാത്രേ ഉത്തരാം ദിശം. ദദൗ പ്രാചീൻ ദിശം ഹോത്രേ ബ്രഹ്മണേ ദക്ഷിണാം ദിശം അധ്വജ്യവേ പ്രതീചിം വൈ ഉദ്ഗാത്രേ ഉത്തരാം ദിശം. അന്യേഭ്യോ വാന്തരദിശ കശ്യപായ ച മധ്യമ ആര്യാവർത്തമുപദൃഷ്ടേ സദസ്യേഭ്യസ്തതഃപരം. അന്യേഭ്യ മറ്റുള്ളവർക്കായിക്കൊണ്ട് അവാന്തരദിശ 4 ദിക്കിന്റെ ഇടയ്ക്കുള്ള ദിക്കോണുകൾ കിഴക്ക് തെക്ക്, തെക്ക് പടിഞ്ഞാറ്, പടിഞ്ഞാറ് വടക്ക്, വടക്ക് കിഴക്ക്
എന്ന് പറയുന്ന 4 ദിക്കോണുകളെ, അതിനാണ് അവാന്തര ദിശ എന്ന് പറഞ്ഞത്. അത് 4 കശ്യപനായി കൊണ്ടുകൊടുത്തു. അവാന്തര ദിക്ക് ഇടയിലുള്ള ഭൂമിയെ കശ്യപന് കൊടുത്തു. മധ്യത നടുക്കുള്ളതിനെ ഉപദ്രഷ്ടാവിനായിക്കൊണ്ട് ആര്യാവർത്തത്തെയും ദാനം ചെയ്തു. ഇത് കാണികളായി നിന്നവർക്ക് ആര്യാവർത്തം കൊടുത്തു. ഫദഫ്യേഭ്യസ്തതപരം ബാക്കിയുള്ളത് യജ്ഞവേദിയിലെ ഫദഫ്യർക്കായിട്ടും ദാനം ചെയ്തു. ഫദഫ്യർ ഇന്നത്തെ പോലെ പ്രേക്ഷകരല്ല, യജ്ഞത്തിൽ പങ്കെടുക്കുന്ന മറ്റുള്ള ബ്രാഹ്മണരെയാണ് ഫദഫ്യർ എന്നിവിടെ വിളിച്ചത്. 4 കോണിലെ രാജ്യങ്ങൾ കശ്യപനും, മധ്യഭാഗം ഭൂമിയുടെ മധ്യഭാഗം കശ്യപനും, ഉപദ്രഷ്ടാവിന് ആര്യാവർത്തവും, ബാക്കിയുള്ള ഭാഗം ഫദഫ്യർക്കും ദാനം ചെയ്തു. അന്യേഭ്യോ വാന്തരദിശ കശ്യപായ മധ്യതാം ആര്യാവർത്ത ഉപദ്രഷ്ടേ ഫദഫ്യേഭ്യസ്തതപരം. അന്യേഭ്യോ വാന്തരദിശ കശ്യപായ മധ്യതാം ആര്യാവർത്ത ഉപദ്രഷ്ടേ ഫദഫ്യേഭ്യസ്തതപരം. തതശ്ച അവഭൃതസ്നാന വിധൂതാശേഷകിൽബിഷാം ഫരഫുത്യം ബ്രഹ്മനദ്യാം രേജേ വ്യഭ്രൈവാംശുമാൻ. തതശ്ച അനന്തരം അവഭൃതസ്നാന വിധൂതാശേഷകിൽബിഷ അവഭൃതസ്നാനം ചെയ്ത് കൽമഷത്തെ പാപത്തെ മുഴുവൻ നശിപ്പിച്ചിട്ട്, ഇങ്ങനെയുള്ള ഈ കർമ്മയജ്ഞങ്ങൾക്ക് യജ്ഞത്തിന്റെ ഒടുവിൽ അവഭൃതസ്നാനമുണ്ട്. ആ അവഭൃതസ്നാനത്തിലെ ലക്ഷ്യം എന്തെങ്കിലും യജ്ഞം കൊണ്ട് തീരാത്ത പാപങ്ങളുണ്ടെങ്കിൽ അത് ഈ സ്നാനം കൊണ്ട് നശിക്കണം. ഇതാണ് ലക്ഷ്യം. ഇപ്പം അത് സപ്താഹത്തിൽ ആചാര്യന്മാർ അവഭൃത സ്നാനം, അവഭൃത എന്നൊന്നും പറയാറില്ല, അവഭൃത എന്ന് മാത്രമേ ഇപ്പൊ പറയാറുള്ളൂ. കാരണം അക്ഷരം ശരിക്കും അറിയാത്തോണ്ട്. അവഭൃത സ്നാനം എന്നാണ്. അത് കർമ്മയജ്ഞങ്ങൾക്കാണ് വേണ്ടത്, ജ്ഞാനയജ്ഞങ്ങൾക്കല്ല. അതിനങ്ങനെ ഒരു സ്നാനവും ഇല്ല, ഒന്നുമില്ല. കാരണം ജ്ഞാനയജ്ഞത്തിന്റെ ആത്യന്തികമായി പാപങ്ങൾ അവശേഷിക്കാതെ നേരിട്ട് ബ്രഹ്മഭൗജ്യത്തിലേക്ക് പ്രാപിക്കുന്നു എന്നാണ് സങ്കല്പം. അപ്പൊ പിന്നൊരു കുളി ആവശ്യമില്ല, കർമ്മയജ്ഞത്തിന് വേണം. അതുകൊണ്ട് തതശ്ച അവഭൃതസ്നാന വിധൂത അശേഷ കിൽബിഷം പാപം, വിധൂതം മാറ്റിക്കളഞ്ഞു. എന്നിട്ട് ഫർഫുത്യാം ബ്രഹ്മനദ്യാം, ഫരുഫതി എന്ന ബ്രഹ്മനദിയിലെ രേജയെ ശോഭിച്ചു. വ്യഭ്രൈവ അംശുമാൻ, മേഘമില്ലാത്ത സൂര്യനെ പോലെ. അഭ്രമാണ് വ്യഭ്രം. അഭ്രം ആകാശം, മേഘം നൃത്തം. മേഘം കൊണ്ട് മറയാത്ത വ്യഭ്രമായ അംശുമാൻ ഇവ സൂര്യനെ പോലെ രേജ ശോഭിച്ചു. മേഘമറവ് കൂടാത്ത സൂര്യനെ പോലെ തെളിഞ്ഞു പ്രകാശിച്ചു. തതശ്ച അവഭൃതസ്നാന വിധൂതാശേഷകിൽബിഷാം ഫരഫുത്യം ബ്രഹ്മനദ്യം രേജേ വ്യഭ്രൈവാംശുമാൻ. തതശ്ചാവഭൃതസ്നാന വിധൂതാശേഷകിൽബിഷാം ഫരഫുത്യം ബ്രഹ്മനദ്യം രേജേ വ്യഭ്രൈവാംശുമാൻ. സ്വദേഹം ജമദഗ്നിസ്തൂലധ്വാ സജ്ഞാനലക്ഷണം ഋഷീണാം മണ്ഡലേ സോഭൂത് സപ്തമോ രാമപൂജിതാം. സ്വദേഹം ജമദഗ്നിസ്തുലധ്വ, ജമദഗ്നിക്ക് നഷ്ടപ്പെട്ട തന്റെ ശരീരം കിട്ടിയിട്ട് സജ്ഞാനലക്ഷണം, സജ്ഞാനം ഓർമ്മ കൊണ്ട് അടയാളപ്പെടുത്തിയാറുണ്ട്. ശരീരം തിരിച്ചു കിട്ടിയപ്പോൾ പഴയതെല്ലാം ഓർമ്മയിൽ വന്നു, ഒന്നും നഷ്ടപ്പെട്ടു പോയില്ല. സജ്ഞാനം ലക്ഷണമായ, ഓർമ്മ കൊണ്ട് ലക്ഷണമായ സ്വന്തം ദേഹത്തെ തിരിച്ചു കിട്ടിയിട്ട് ഋഷീണാം മണ്ഡലേ, ഋഷിമാരുടെ കൂട്ടത്തിൽ ഫോ അഭൂത്, അവൻ ഭവിച്ചു. സപ്തമോ, ഏഴാമത്തേവനായിട്ട് രാമപൂജിത, പരശുരാമനാൽ പൂജിക്കപ്പെട്ടവനായ അവൻ ഋഷിമാരുടെ മണ്ഡലത്തിൽ ഏഴാമത്തെ ഋഷിയായിട്ട് ശോഭിച്ചു. സപ്തർഷിമാര് എന്ന് പറയുന്നത് മരീചിതത്തിൽ അങ്കിര പുരസ്ഥ പുരഹക്ര വഫിഷ്ട എന്നൊരു കണക്കുണ്ട്. പക്ഷേ ഓരോരോ കൽപ്പാന്തങ്ങളിലും ഈ സപ്തർഷിമാർ മാറി 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 വരും. അങ്ങനെ സപ്തർഷിമാർ ഇഷ്ടം പോലെ ഉണ്ട്. 28 സംഘങ്ങളുണ്ട് വാസ്തവത്തിൽ സപ്തർഷിമാർ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള കണക്കല്ല 7 പേരുടെ. അപ്പൊ ഇവിടെ മറ്റൊരു കണക്കാണ്.
ഇതിൽ സപ്തർഷിമാരെ കശ്യപൻ, അത്രി, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, ഗൗതമൻ, ജമദഗ്നി, ഭരദ്വാജ്, ഇങ്ങനെയാണ് 7 പേര്. അങ്ങനെ ഈ ജമദഗ്നിയുടെ പൊതുവെ ജമദഗ്നി 7 പേരിൽ ഒരാളായിട്ട് അവിടെ ശോഭിച്ചു പോകുന്നുണ്ട്. സ്വദേഹം ജമദഗ്നി സ്ഥൂലധ്വാസജ്ഞാനലക്ഷണം ഋഷീണാം മണ്ഡലേ സോഭോത്സപ്തമോ രാമപൂജിത. സ്വദേഹം ജമദഗ്നി സ്ഥൂലധ്വാസജ്ഞാനലക്ഷണം ഋഷീണാം മണ്ഡലേ സോഭോത്സപ്തമോ രാമപൂജിത. ജാമദഗ്ന്യോ വിഭഗവാൻ രാമ കമലലോചന ആഗാമിന്യന്തരേ രാജൻ വർത്തയിഷ്യതി വൈ ബൃഹത്. ജാമദഗ്ന്യോ വിഭഗവാൻ രാമ കമലലോചന. താമരക്കണ്ണനായ ജമദഗ്നിയുടെ പുത്രനായ ഭഗവാനായ രാമൻ, പരശുരാമൻ, ആഗാമിനി അന്തരേ, വരാൻ പോകുന്ന മന്വന്തരത്തിൽ, അന്തരേ എന്ന് വെച്ചാൽ മന്വന്തരേ, ആഗാമിനി അന്തരേ, വരാൻ പോകുന്ന മന്വന്തരത്തിൽ, ഹേ രാജൻ, അല്ലയോ രാജാവേ, വർത്തയിഷ്യതി വൈ ബൃഹത്. വർത്തയിഷ്യതി, വർത്തിച്ചുകൊണ്ട് വേദത്തെ വലുതാക്കുക തന്നെ ചെയ്യും, ബൃഹത്താക്കും. ജമദഗ്നി പുത്രനായ രാമൻ 2 മന്വന്തരങ്ങളിൽ തന്നെ ജീവിച്ചിരിക്കും എന്നല്ല, ചിരഞ്ജീവിയാണ്. അതുകൊണ്ട് അദ്ദേഹം വേദത്തെ വലുതാക്കിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ കുറെ കാലം ജീവിക്കുക തന്നെ ചെയ്യും. ജാമദഗ്ന്യോപി ഭഗവാൻ രാമകമലലോചന ആഗാമിന്യന്തരേ രാജൻ വർത്തയിഷ്യതി വൈ ബൃഹത്. ജാമദഗ്ന്യോപി ഭഗവാൻ രാമകമലലോചന ആഗാമിന്യന്തരേ രാജൻ വർത്തയിഷ്യതി വൈ ബൃഹത്. ആസ്തേദ്യാപി മഹേന്ദ്രാദൗ ന്യസ്തദണ്ഡ പ്രചന്ദധി ഉപഗീയമാനചരിത സിദ്ധഗന്ധർവചാരണേ. ആസ്തെ അദ്യാപി, ഇപ്പോഴും ഇരിപ്പുണ്ട്, മഹേന്ദ്രാദ്രൗ, മഹേന്ദ്രപർവ്വതത്തിൽ, ന്യസ്തദണ്ഡ, ദണ്ഡൊക്കെ ഉപേക്ഷിച്ചവനായിട്ട്. ഇവിടെ ദണ്ഡിന് ഹിംസ എന്നർത്ഥം. ദണ്ഡം കൊണ്ട് ചെയ്യുന്നത് ഹിംസയാണ്. അത് ഉപേക്ഷിച്ചിട്ട് ന്യസ്തദണ്ഡനായിട്ട്, പ്രശാന്തധീ, ശാന്തമായ ബുദ്ധിയോടെ, ഉപഗീയമാനചരിത സിദ്ധഗന്ധർവചാരണൈ, സിദ്ധഗന്ധർവചാരണന്മാരാൽ ഉപഗീയമാനമായ പാടപ്പെടുന്ന ചരിതത്തോടു കൂടിയവനായിട്ട്, ആസ്തേ അദ്യാപി മഹേന്ദ്രാദൗ, ഇന്നും ചിരഞ്ജീവിയായതുകൊണ്ട് ഇന്നും മഹേന്ദ്രപർവ്വതത്തിൽ പരശുരാമൻ എന്ന ഋഷി ഉണ്ട് എന്നർത്ഥം. അത് അദ്ദേഹം എന്താണ്, ഹിംസയൊക്കെ ഉപേക്ഷിച്ചു. ഇപ്പൊ ആരെയും കൊല്ലില്ല, തപസ് മാത്രമേ ഉള്ളൂ. ഇനിയും ഇദ്ദേഹത്തെ കുറിച്ച് ഗന്ധർവന്മാർ പാടിപ്പുകഴ്ത്തിക്കൊണ്ട് അന്തരീക്ഷത്തിൽ കൂടി സഞ്ചരിക്കുന്നുണ്ട്. ആസ്തേദ്യാപി മഹേന്ദ്രാദ്രൗ ന്യസ്തദണ്ഡ പ്രശാന്തധീ ഉപഗീയമാനചരിത സിദ്ധഗന്ധർവചാരണേ. ആസ്തേദ്യാപി മഹേന്ദ്രാദ്രൗ ന്യസ്തദണ്ഡ പ്രശാന്തധീ ഉപഗീയമാനചരിത സിദ്ധഗന്ധർവചാരണൈ. ഏവം ഭൃഗുഷു വിശ്വാത്മാ ഭഗവാൻ ഹരിരീശ്വരാം അവതീര്യ വരം ഭാരം ഭുവോഹൻ ബഹുശോ നൃപാൻ. ഏവം, ഇങ്ങനെ ഭൃഗുഷു, ഭൃഗുഗോത്രത്തിൽ, വിശ്വാത്മാ ഭഗവാൻ ഹരിഹി ഈശ്വര, വിശ്വാത്മാവായ ഭഗവാനായ ഹരിയായ ഈശ്വരൻ അവതീര്യ, അവതരിച്ചിട്ട്, പരംഭാരം ഭുവോഹൻ, ഭൂമിയുടെ പരമമായ ഭാരത്തെ അഹൻ, നശിപ്പിച്ചു. ബഹുശോ നൃപാൻ, പല രാജാക്കന്മാരെ നിഗ്രഹിച്ചിട്ട് ഭൂഭാരത്തെ നശിപ്പിക്കാൻ വേണ്ടിയാണ് പരശുരാമനായി ഭഗവാൻ അവതരിച്ചത്. ഇങ്ങനെ രാമചരിതം അവിടെ ഉപസംഹരിക്കുകയാണ്. ഏവം ഭൃഗുഷു വിശ്വാത്മാ ഭഗവാൻ ഹരിരീശ്വരാം അവതീര്യ പരം ഭാരം ഭുവോഹൻ ബഹുശോ നൃപാൻ. ഏവം ഭൃഗുഷു വിശ്വാത്മാ ഭഗവാൻ ഹരിരീശ്വരാം അവതീര്യ പരം ഭാരം ഭുവോഹൻ ബഹുശോ നൃപാൻ. ഇങ്ങനെ പരശുരാമചരിതം ഇവിടെ ഉപസംഹരിച്ചിട്ട് ബാക്കി കഥയിലേക്ക് പോവാം. കാധേരഭൂൻ മഹാതേജാഹ സമിദ്ധൈവ പാവകാം തപസാ ക്ഷാത്രമുത്സൃജ്യോ ലേഭേ ബ്രഹ്മവർച്ചസം. സാന്ദർഭികമായിട്ട് വന്ന് പരശുരാമചരിതം പറഞ്ഞതിന് ശേഷം
ഗാധിയുടെ വംശം വീണ്ടും പറയാം. ഗാധിയുടെ വംശത്തെക്കുറിച്ച് പറഞ്ഞു വന്നിട്ടാണ് പരശുരാമചരിതത്തിലേക്ക് മാറിയത്. ഇനി അത് വീണ്ടും ബാക്കി പറയാൻ പോവാണ്. ഗാധേരഭൂൻ മഹാതേജാഹം, ഗാധിയിൽ നിന്നും ഒരു മഹാതേജസ്വിയായ വിശ്വാമിത്രൻ ഉണ്ടായി. ഫമിത്തൈവ പാവക, അഗ്നിയിൽ നിന്നും ജ്വാല പോലെ. ഫമിത്ത ജ്വാല, പാവക അഗ്നി. അഗ്നിയിൽ നിന്നും ജ്വാല ഉണ്ടാകുന്നത് പോലെ ഗാധിയിൽ നിന്നും മഹാതേജസ്വിയായ വിശ്വാമിത്രൻ ഉണ്ടായി. തപഫ ക്ഷാത്രമുത്സൃജ്യ, തപഫ് കൊണ്ട് തന്റെ ക്ഷാത്ര വീര്യത്തെ ഉപേക്ഷിച്ചിട്ട് യോ യാതൊരുവാണോ ലേഭേ ബ്രഹ്മവർച്ചഫം, ബ്രഹ്മതേജസ്സിനെ ലഭിച്ചു. ആ കഥകൾ ഇതിനകത്ത് അധികം വിസ്തരിച്ച് പറയുന്നില്ല. രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ ഉണ്ട്. പല പ്രാവശ്യം അദ്ദേഹം തന്റെ ക്ഷാത്രതേജസ്സിനെ മാറ്റിയിട്ട് താൻ ബ്രഹ്മർഷിയാകാൻ വേണ്ടി, രാജർഷിയാണ് പക്ഷെ ബ്രഹ്മർഷിയാകാൻ വേണ്ടി ശ്രമിച്ചു. പലപാട് അത് കൊടുത്തു, മാറ്റി, എടുത്തു, യുദ്ധം ചെയ്തു, നേടി, വസിഷ്ഠരിൽ നേടിയെടുത്തു, എതിർത്തവരെയൊക്കെ നിഗ്രഹിച്ചു. അവസാനം ഇദ്ദേഹത്തിന് ബ്രഹ്മാവ് പേടിച്ച് പറച്ചുകൊണ്ട് ഈ സ്ഥാനം കൊടുത്തെങ്കിലും ആരും ഇദ്ദേഹത്തിന്റെ യജ്ഞത്തിൽ പങ്കെടുക്കാൻ വന്നില്ല. അതിൽ കുപിതനായി അവസാനം എല്ലാവരെയും വരുത്തി ഇദ്ദേഹം നേടിയെടുത്തു. കിട്ടിയതല്ല, നേടിയെടുത്താണ് ഈ ബ്രഹ്മർഷി എന്ന ഒരു പദവി. ഗാധീരഭൂൻ മഹാതേജാഹം സമിദ്ധൈവ പാവകാം, തപസാക്ഷാത്രമുത്സൃജ്യോ ലേഭേ ബ്രഹ്മവർച്ചസം. ഗാധീരഭൂൻ മഹാതേജാ സമിദ്ധൈവ പാവകാം, തപസാക്ഷാത്രമുത്സൃജ്യോ ലേഭേ ബ്രഹ്മവർച്ചസം. വിശ്വാമിത്രസജൈവാസൻ പുത്രായ ഗച്ഛതന്ത്രവാം, മധ്യമസ്തു മധുച്ഛന്ദസേവതേ. വിശ്വാമിത്രസ്യച്ച, വിശ്വാമിത്രനും ആസൻ ഉണ്ടായി. പുത്രാഹ ഏകശതം 100 പുത്രന്മാരുണ്ടായി. മധ്യമസ്തു, അവയുടെ നടുക്കുള്ളവൻ. മധുച്ഛന്ദാഹ എന്നു പേരുള്ളവനാണ്. തേ ഏവ മധുച്ഛന്ദസ്, അവരെല്ലാവരും മധുച്ഛന്ദസ് എന്ന പേരുള്ളവരാണ്. 100 പുത്രന്മാർ. അതിൽ മധ്യമനാണ് ശരിക്കും മധുച്ഛന്ദസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പക്ഷെ എല്ലാവർക്കും ആ പേരാണ് വിളിക്കുന്നത്. വിശ്വാമിത്രസജൈവാസൻ പുത്രായ ഗച്ഛതന്ത്രവാം, മധ്യമസ്തു മധുച്ഛന്ദസേവതേ. വിശ്വാമിത്രസജൈവാസൻ പുത്രായ ഗച്ഛതന്ത്രവാം, മധ്യമസ്തു മധുച്ഛന്ദസേവതേ. പുത്രം കൃത്വാ ശുനശേഫം ദേവരാതം ച ഭാർഗവം, ആജീകർത്തം സുതാനാഹ ജ്യേഷ്ഠയേവ പ്രകൽപ്യതാം. വിശ്വാമിത്രന്റെ കഥ പറഞ്ഞപ്പോൾ ശുനശേഫന്റെ കഥ നേരത്തെ പറയാം എന്ന് പറഞ്ഞാണ് അത് അവിടെ വിട്ടുപോയത്. ഇവിടെ പൂർത്തീകരിക്കാം. ശുനശേഫം പുത്രം കൃത്വ, ശുനശേഫനെ പുത്രനാക്കി ചെയ്തിട്ട്. ആരാണ് ശുനശേഫൻ? ദേവരാതം ച ഭാർഗവം, ഭൃഗുവംശത്തിലുണ്ടായവനും ദേവന്മാരാൽ ആരാധിക്കപ്പെടുന്നവനുമായ. അതുകൊണ്ട് ഈ 2 പേരുണ്ട്, ദേവരാതൻ എന്നും ഭാർഗവൻ എന്നും പേരുള്ള ശുനശേഫനെ പുത്രനാക്കി ചെയ്തത്. പുത്രനല്ല, പക്ഷെ പുത്രനെ പോലെ കരുതി സ്വീകരിച്ചു. അജീകർത്തം സുതാനാഹ, അജീകർത്തന്റെ പുത്രനാണ് ഈ ശുനശേഫൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് ആജീകർത്തൻ എന്ന് പേരുണ്ട്. ആജീകർത്തനായ ദേവരാതനായ ഭാർഗവൻ എന്ന ശുനശേഫനെ പുത്രനാക്കി ചെയ്തിട്ട് സുതാൻ അഹ, മക്കളോട് പറഞ്ഞു, ജ്യേഷ്ഠേവ പ്രകൽപ്യതാം. ഇതാ ഞാൻ കടമെടുത്ത് കൊണ്ടുവന്ന ഈ പുത്രനെ നിങ്ങളുടെ ജ്യേഷ്ഠനായിട്ട് തന്നെ കണ്ടോളൂ. ജ്യേഷ്ഠേവ പ്രകൽപ്യതാം, നിങ്ങളുടെ ജ്യേഷ്ഠനായിട്ട് കൽപ്പിച്ചോളൂ. ഈ 100 പേരിൽ ഏറ്റവും മൂത്ത ആളായിട്ട് ശുനശേഫനെ കരുതണം എന്നാവശ്യപ്പെട്ടു. പുത്രം കൃത്വാ ശുനശേഫം ദേവരാതം ച ഭാർഗവം, ആജീകർത്തം സുതാനാഹ ജ്യേഷ്ഠേവ പ്രകൽപ്യതാം. പുത്രം കൃത്വാ ശുനശേഫം ദേവരാതം ച ഭാർഗവം, ആജീകർത്തം സുതാനാഹ ജ്യേഷ്ഠേവ പ്രകൽപ്യതാം. യോ വൈ ഹരിശ്ചന്ദ്രമഖേ വിക്രീത പുരുഷ പശു, സ്മൃത്വാ ദേവാൻ പ്രജേശാദീൻ മുമുജേ പാശബന്ധനാത്. യോ വൈ, യാതൊരുവനാകട്ടെ, ഹരിശ്ചന്ദ്രമഖേ, ഹരിശ്ചന്ദ്രന്റെ യജ്ഞത്തിൽ വെച്ച് വിക്രീത, വിൽക്കപ്പെട്ട പുരുഷ പശു, മനുഷ്യനായ പശുവാണ്.
സ്തുത്വാദേവാൻ ദേവന്മാരെ സ്തുതിച്ചിട്ട് പ്രജേഷാദീൻ ബ്രഹ്മാദികളായ ദേവന്മാരെ സ്തുതിച്ചിട്ട് മൂജേ പാശബന്ധത്തിൽ നിന്നും വേർപെട്ടവനാണ് അവൻ. ശുനശേഖന്റെ ഒരു ചരിതം ഒന്ന് ചുരുക്കി പറയാം. മാതാപിതാക്കന്മാർ പുത്രനോടുള്ള സ്നേഹം ഉപേക്ഷിച്ചിട്ട് ഹരിശ്ചന്ദ്രന്റെ യാഗത്തിൽ സംഹരിക്കാനുള്ള ഒരു പശുവായിട്ട് ശുനശേഖനെ വിറ്റു എന്നാണ് കഥ. അവൻ വിശ്വാമിത്രനെ ശരണം പ്രാപിച്ചു. അദ്ദേഹം ഉപദേശിച്ച മന്ത്രത്തിന്റെ വൈഭവം കൊണ്ട് ബ്രഹ്മാദികളായ ദേവന്മാർ സന്തോഷിച്ച് അവനെ ഹിംസിക്കാതെ തന്നെ യജമാനന് യാഗഫലം ചെയ്തു കൊടുക്കുകയും ചെയ്തു. യജ്ഞരൂപ ബന്ധനത്തിൽ നിന്നും അഴിച്ചുവിടുകയും ചെയ്തു. അങ്ങനെയാണ് ശുനശേഖനെ തിരിച്ചു കിട്ടിയത്. വിശ്വാമിത്രന്റെ മന്ത്രം കൊണ്ടാണ് ഇവൻ ജീവിച്ചു വന്നത്. അപ്പൊ പുത്രന്മാർ മാതാപിതാക്കളെ വിറ്റത് കൊണ്ട് തിരിച്ചു പോകാൻ തയ്യാറായില്ല. പിന്നെ എവിടെ പോകും? പിന്നെ ആകപ്പാട് ശരണം വിശ്വാമിത്രനാണ്. അങ്ങനെ വിശ്വാമിത്രന്റെ പുത്രനാകാൻ ആഗ്രഹിച്ചു. അദ്ദേഹം അത് അംഗീകരിച്ചു. തനിക്ക് 100 പുത്രന്മാരുണ്ട്. അതിൽ ആരാക്കണം? ഏറ്റവും ഇളയതോ ഏറ്റവും മൂത്തതോ? സംശയിക്കേണ്ട, ഏറ്റവും മൂത്തതായിക്കൊള്ളൂ എന്ന്. ോവൈ ഹരിശ്ചന്ദ്രമഖേ വിക്രീത പുരുഷ പശു സ്മൃത്വാദേവൻ പ്രദേശാദിന്മൂജേ പാശബന്ധനാത്. യോവൈ ഹരിശ്ചന്ദ്രമഖേ വിക്രീത പുരുഷ പശു സ്മൃത്വാദേവൻ പ്രദേശാദിന്മൂജേ പാശബന്ധനാത്. യോ രാതോ ദേവയജനേ ദേവേർഗാധിഷു താപസാം ദേവരാത ഇതി ഖ്യാതശുനശേഭർഗവാം. എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ദേവരാതൻ എന്ന് പേര് വന്നു എന്ന് പറയാം. ദേവയജനെ, ഒരു ദേവയജ്ഞത്തിൽ വെച്ച് ദേവന്മാരാൽ രാതഹ നൽകപ്പെട്ടവനാണ് ദേവരാതൻ. ദേവന്മാരാൽ നൽകപ്പെട്ടവനായ ദേവൈഹി ഗാധിഷു താപസഃ, ഗാധിവംശത്തിൽ ദേവന്മാർ ദാനം ചെയ്തതാണ് ഇവനെ. അങ്ങനെയാണ് ഇവൻ ഇവിടെ വന്നുവിടാൻ കാരണം. അന്നു മുതൽ ദേവരാത ഇതി ഖ്യാത, ദേവരാതൻ എന്ന് പ്രസിദ്ധനായി ശുനശേഖനായ ആ ഭാർഗവൻ. യോ രാതോ ദേവയജനേ ദേവേർഗാധിഷു താപസാം ദേവരാത ഇതി ഖ്യാത ശുനശേഖർഗവാൻ. യോ രാതോ ദേവയജനേ ദേവേർഗാധിഷു താപസാം ദേവരാത ഇതി ഖ്യാത ശുനശേഖർഗവാൻ. ഏ മധുച്ഛന്ദസോ ജ്യേഷ്ഠാഹം കുശലം മേ നിരേനദത് അശവത്താൻ മുനി ക്രുദ്ധോ മ്ലേച്ഛാ ഭവത ദുർജനാഃ. ഏ മധുച്ഛന്ദസോ ജ്യേഷ്ഠാഹ, ആരാണോ മധുച്ഛന്ദസുകൾ എന്ന വിശ്വാമിത്രന്റെ പുത്രന്മാരിൽ വെച്ച് ജ്യേഷ്ഠനായവൻ, അവർ കുശലം മീനിരിയുന്നത്, അതൊരു കുശലമാണെന്ന് അവർ വിചാരിച്ചില്ല. കടം മേടിച്ചുകൊണ്ട് വന്ന പുത്രനെ മൂത്തവനാക്കിയിട്ട് ഞങ്ങളെ ഇളയവനാക്കുന്നത് ശരിയല്ല എന്ന് അവർക്ക് തോന്നി. അതുകൊണ്ട് അവരത് അംഗീകരിച്ചില്ല. അശപത്താൻ മുനി അവരെയൊക്കെ ശപിച്ചു. ക്രുദ്ധോ, കോപിഷ്ഠനായിട്ട്, മ്ലേച്ഛാ ഭവത ദുർജനാഹം, ദുർജന്മാരായ നിങ്ങൾ മ്ലേച്ഛന്മാരായി പോകട്ടെ എന്ന് ആ പുത്രന്മാരെ 100 പേരെയും വിശ്വാമിത്രൻ ശപിച്ചു. ഏ മധുച്ഛന്ദസോ ജ്യേഷ്ഠാകുശലം മേ നിരേനദത് അശവത്താൻ മുനി ക്രുദ്ധോ മ്ലേച്ഛാ ഭവത ദുർജനാഃ. ഏ മധുച്ഛന്ദസോ ജ്യേഷ്ഠാകുശലം മേ നിരേനദത് അശവത്താൻ മുനി ക്രുദ്ധോ മ്ലേച്ഛാ ഭവത ദുർജനാഃ. സഹോവാച മധുച്ഛന്ദാഭാർത്ഥം പഞ്ചാശതാ ദദാം എന്നോ ഭവാൻ സഞ്ജാനീതേ തസ്മിൻ പ്രതിഷ്ഠാമഹേ വയം. ശപിച്ചു കഴിഞ്ഞപ്പോൾ സ ഉവാചഃ മധുച്ഛന്ദാഃ, ആ മധുച്ഛന്ദസ് എന്ന പുത്രന്മാർ അവനോട് പറഞ്ഞു, സാർത്ഥം പഞ്ചശതാ തഥാ, 50 പേരോടുകൂടിയ ഇയാൾ മധുച്ഛന്ദസ്, 100 പേരിലെ നടുക്കുള്ള ആളാണ് മധുച്ഛന്ദസ്. അയാളുടെ കൂടെ 50 പേര് കൂടി. 50 പേരോട് കൂടിയ അയാൾ ഉവാച പറഞ്ഞു, എന്നോ ഭവാൻ സംജാനീതേ, അങ്ങ് എന്താണോ ആജ്ഞാപിക്കുന്നത് തസ്മിൻ തിഷ്ഠാമഹേ വയം, ഞങ്ങൾ അതിലിരുന്നോളാം.
പിതാവിന്റെ ആജ്ഞ എന്തോ അതനുസരിച്ചുകൊള്ളാം, അതിൽ നിന്ന് വിട്ടുപോവില്ല. അങ്ങയുടെ ഇച്ഛ എന്താണ്, ഞങ്ങൾ അതിൽ നിന്നുകൊള്ളാം. ഫഹോവാച മധുച്ഛന്ദാർത്ഥം പഞ്ചശതാ നൃപാം എന്നോ ഭവാൻ സംജാനീതേ തസ്മിൻ സൃഷ്ടാമഹേ വയം. ഫഹോവാച മധുച്ഛന്ദാർത്ഥം പഞ്ചശതാ ദദാം എന്നോ ഭവാൻ സംജാനീതേ തസ്മിൻ സൃഷ്ടാമഹേ വയം. ജ്യേഷ്ഠം മന്ദദിശം ചക്രുസ്ത്വാം അന്വഞ്ചോ വയം സ്മഹി വിശ്വാമിത്രഫുതാനാഹ വീരവന്തോ ഭവിഷ്യതാം യേ മാനം മേനുഗൃഹന്തോ വീരവന്തമകർത്തമാം. ജ്യേഷ്ഠം മന്ത്രദിശം, മന്ത്രദിശം മന്ത്രദിഷ്ടാവായ ജ്യേഷ്ഠനെ ചക്രുഹു ചെയ്തു. ത്വാം അന്വഞ്ചോ വയം സ്മ ഹി, ത്വാം അങ്ങയെ, വയം ഞങ്ങൾ, അന്വഞ്ചഹ അനുഗമിക്കുന്നവർ. മന്ത്രദ്രഷ്ടാവായ ആ ശുനശേഖനെ ജ്യേഷ്ഠനായ അനുജന്മാരൊക്കെ വന്നു പറഞ്ഞു, ഞങ്ങൾ നിന്നെ അനുസരിച്ചു കൊള്ളാം. ത്വാം അന്വഞ്ചോ ചക്രുഹു വയം സ്മഹി, ഞങ്ങൾ എന്താണ് നിന്നെ പിന്തുടർന്നു കൊള്ളാം. വിശ്വാഫുതാനാഹ വീരവന്തോ ഭവിഷ്യത, സന്തുഷ്ടനായ വിശ്വാമിത്രൻ മക്കളോട് പറഞ്ഞു, നിങ്ങളൊക്കെ വീരവാന്മാരായിട്ട് ഭവിക്കട്ടെ. ഏ മാനം മേനു ഗൃഹന്തോ, യാതൊരു മക്കളാണോ എന്റെ മാനത്തെ അനുഗൃഹന്ത അനുഗ്രഹിച്ചുകൊണ്ട് വീരവന്തം മാം അകർത്ത, എന്നെ വീരവാനാക്കി ചെയ്തത് ആരാണോ, അതുകൊണ്ട് നിങ്ങൾക്ക് വീരവാന്മാരായിട്ട് നിങ്ങൾ തീരും എന്ന് പുത്രന്മാരെ അനുഗ്രഹിക്കുകയും ചെയ്തു. ജ്യേഷ്ഠം മന്ദദിശം ചക്രുസ്ത്വാമന്വഞ്ചോ വയം സ്മഹി വിശ്വാമിത്രഫുതാനാഹ വീരവന്തോ ഭവിഷ്യതാം യേ മാനം മേനുഗൃഹന്തോ വീരവന്തം അകർത്തമാം. അകർത്തം വെച്ചാൽ വിചാരിക്കുക, ചെയ്യുക എന്നർത്ഥം. ജ്യേഷ്ഠം മന്ത്രദിശം ചക്രുസ്ത്വാമന്വഞ്ചോ വയം സ്മഹി വിശ്വാമിത്രഫുതാനാഹ വീരവന്തോ ഭവിഷ്യതാം യേ മാനം മേനുഗൃഹന്തോ വീരവന്തമകർത്തമാം. ഏഷ വക്കുശികാം വീരോ ദേവരാതസ്തമന്വിതാം അന്യേചാം അഷ്ടകഹാരീത ജയക്രതുപദയാം. ഹേ കുശികാഹ, കുശിക വംശജന്മാരായ പുത്രന്മാരെ, വീരോ ദേവരാത തം അന്വിത ഏഷവഹ, ഈ നിങ്ങൾ വീരനായ ശുനശേഖനെ ദേവരാജനെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് അംഗീകരിച്ചുവല്ലോ, അതുകൊണ്ട് അവനെ അനുഗമിച്ചു പൊയ്ക്കൊള്ളൂ. അന്യേച്ച, എന്തുകൊണ്ടെന്നാൽ വീരനായ ഇവൻ എന്നെ ഞാൻ പുത്രനായി അംഗീകരിക്കപ്പെട്ടതാണ്. എങ്ങനെയാണത്? അഷ്ടകൻ, ഹരീതൻ, ജയൻ, ക്രതുമാൻ മുതലായ മറ്റു ചിലരും വിശ്വാമിത്രപുത്രന്മാരായിട്ട് ഭവിച്ചു. ബാക്കിയുള്ളവർ കുറച്ചുപേരും കൂടി വിശ്വാമിത്രന്റെ പുത്രന്മാരായിട്ട് അംഗീകരിച്ചു കൂടെ കൂടി. ഏഷവ കുശികാ വീരോ ദേവരാതസ്തമന്വിതാം അന്യേച അഷ്ടകഹാരീത ജയക്രതോ മദാദയഹം. ഏഷവ കുശികാ വീരോ ദേവരാതസ്തമന്വിതാം അന്യേച അഷ്ടകഹാരീത ജയക്രതുമദാദയഹം. ഏവം കൗശികഗോത്രം തൂ വൈശ്വാമിത്രൈ പൃഥഗ്വിധം പ്രവരാന്തരമാപന്നം തദ്ധി ചൈവം വികൽപ്പിതം. ഇപ്രകാരം കൗശികഗോത്രം, കുശികന്റെ വംശത്തെക്കുറിച്ച് തൂ വൈശ്വാമിത്രൈഹി പൃഥഗ്വിധം, വിശ്വാമിത്രന്റെ പുത്രന്മാരോട് പ്രത്യേകം പ്രത്യേകമാക്കപ്പെട്ട കൗശികഗോത്രത്തെ പ്രവരാന്തരം ആപന്നം, പ്രവരാന്തരത്തെ പ്രാപിച്ചതായിട്ട് തദ്ധി ചൈവം വികൽപ്പിതം, അത് വിശേഷേണ കൽപ്പിക്കപ്പെട്ടു. ദേവരാജനെ ആ വംശത്തിൽ അധിപനായിട്ട് കൽപ്പിച്ചതുകൊണ്ട് കുശികന്മാർ ദേവരാജ പ്രധാനികളായിട്ട് ഭവിച്ചു. വിശ്വാമിത്രന്റെ പുത്രന്മാരിൽ ചിലരെ ശപിച്ചു, എല്ലാവർക്കും ശാപം കിട്ടിയില്ല, ഇങ്ങോട്ട് പോകുന്നവർക്ക് കുഴപ്പമില്ല. വേറെ ചിലരെ അനുഗ്രഹിച്ചു, മറ്റു ചിലരെ പുത്രന്മാരായിട്ട് അംഗീകരിച്ചു. ഇങ്ങനെ കൗശിക വംശം പല പ്രകാരമായി തന്നെ ഭവിച്ചു. എന്തുകൊണ്ടെന്നാൽ ദേവരാജനെ
പ്രവരാന്തം ആപന്നം. തന്റെ പുത്രന്മാരുടെ അന്തിമമായി വന്നു ചേർന്ന അവരെയെല്ലാം ആ വംശത്തിന്റെ അധിപനായിട്ട് കൽപ്പിച്ചതുകൊണ്ട്, പുത്രനായിട്ട് വന്നു ചേർന്നവനാണ് ശുനശേഫൻ. ആ ശുനശേഫനെ അംഗീകരിച്ചതുകൊണ്ട് കൗശികന്മാരൊക്കെ ദേവരാജ പ്രധാനികളായി, ദേവന്മാരെ നൽകപ്പെട്ടവരായിട്ട് ഭവിച്ചു എന്ന് ആ കുശിക വംശത്തിന്റെ മഹത്വം ഉദ്ഘോഷിച്ചുകൊണ്ട് ആ പ്രകടനം അവിടെ ഉപസംഹരിച്ചു. ഏവം കൗശികഗോത്രം ദു വൈശ്വാമിത്രേ പൃഥഗ്വിധം പ്രവരാന്തരമാപന്നം തദ്ധിദൈവം വികൽപ്പിതം. ഏവം കൗശികഗോത്രം ദു വൈശ്വാമിത്രേ പൃഥഗ്വിധം പ്രവരാന്തരമാപന്നം തദ്ധിദൈവം വികൽപ്പിതം. ഇങ്ങനെ 16-ാം അധ്യായം നമ്മൾ ഉപസംഹരിച്ചു. 17-ാം അധ്യായം നമുക്ക് അടുത്ത ദിവസം തുടങ്ങാം. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഉപസംഹരിക്കാം. സാറേ, അവസാനത്തെ ഇതില് വൈശ്വാമിത്രം എന്നാണോ സാറേ? വിശ്വാമിത്രന്റെ പുത്രന്മാർ. സംശയങ്ങളില്ലെങ്കിൽ ഉപസംഹരിക്കാം. അധികം സംശയം വരാനിൻ്റെ അകത്തൊന്നുമില്ല. ഒരു നവമസ്കന്ധ അധികം അങ്ങനെയാണ്, കഥ പറഞ്ഞു പോകൽ മാത്രമേ ഉള്ളൂ. കഥയും 2 രാജവംശങ്ങളുടെ ചരിത്ര കഥകള്, അത് ചിലത് മാത്രം നമ്മൾ കേട്ടതാണ്, ചിലത് നമുക്ക് കേട്ട് പരിചയമില്ലാത്തതാണ്. ചിലതിൻ്റെ അകത്ത് ചില വിഷയങ്ങൾ മാത്രം വരും, ബാക്കിയെല്ലാം വെറും കഥകൾ മാത്രമാണ്. അത് ഇത് എന്താ പറയുന്നത്, ഈ കഥകൾ കേട്ട് 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 മനസ്സ് കൃഷ്ണനിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗമാണ്. അതിനാണ് 2 വംശത്തെക്കുറിച്ച് പറഞ്ഞത്. അതിലാണ് യാദവ വംശത്തെക്കുറിച്ച് പറഞ്ഞ് കൃഷ്ണനിലേക്ക് പ്രവേശിക്കാനുള്ളൊരു പഴുത് കണ്ടെത്തിയതാണ് ചന്ദ്രവംശത്തെക്കുറിച്ച് പറഞ്ഞു വന്നത്. അതുകൊണ്ട് നമ്മൾ കേൾക്കാൻ മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് അതിൽ നിന്ന് ചിന്തിക്കാൻ വലിയ വിഷയങ്ങളൊന്നുമില്ല. എന്തായാലും ഇന്ന് ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സർ. നമസ്കാരം. ഈ ശുനശേഖരൻ വന്നിട്ട് ഹരിചന്ദ്രന്റെ കഥയിലല്ലേ വരുന്നത് സാറേ? ഹരിശ്ചന്ദ്രന്റെ കഥയിലാണ്. അത് തന്നെ ഹരിശ്ചന്ദ്രന്റെ കഥ പറഞ്ഞപ്പോ ശുനശേഖരന്റെ കഥ പിന്നെ ദേവി മഹാത്മ്യത്തില് ഇത് വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. വിസ്തരിച്ച് പറയുന്നുണ്ട്. ഒത്തിരി വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനത് 2 ദിവസം മുമ്പാണ് അത് വായിച്ചത്. അപ്പൊ എനിക്ക് ആ കഥയുടെ വിശ്വാമിത്രന്റെ ശാപം കൊണ്ടല്ലേ ഇത് വന്നത് ഹരിചന്ദ്രന്? അതെ, കാരണം മകനെ വിറ്റു എന്നുള്ളത് കൊണ്ടാണല്ലോ. അതെ, അല്ല മകനെ ബലി കൊടുക്കാൻ പശുവായിട്ട് തരാന്ന് പറഞ്ഞിട്ട് ഓരോ കാരണങ്ങൾ കൊണ്ട് മാറി മാറി പോകുമ്പോഴാണ് മാറ്റിക്കൊണ്ടുപോയി. പല ദിവസം പിന്നാട്ടെ എന്ന് മാറ്റിക്കൊണ്ടുപോയി അവസാനം വളരെ വിസ്തരിച്ച് ഇത് പറയുന്നുണ്ട് അതില്. ഇവിടെ ആ ചരിത്രം പറഞ്ഞു പോകാൻ വേണ്ടി മാത്രം ഇവിടെ യദുവംശത്തിന്റെ ആ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച്. ഓക്കെ സാർ. സാറ് പറയുമ്പോ എല്ലാം അങ്ങനെ ഓർക്കുമായിരുന്നു. ഓക്കെ സാർ, താങ്ക് യു.